ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധൂത നാഥാനന്ദജിയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഹിമാലയൻ ആത്മീയ പാരമ്പര്യത്തിലെ പ്രമുഖനായ ഒരു ഇന്ത്യൻ ആത്മീയ ഗുരുവാണ് അവധൂത നാഥാനന്ദ. സദാ മനുഷ്യന്മാർക്ക് കാണാനോ എത്തിപ്പെടാനോ കഴിയാത്ത ഗ്യാൻഗഞ്ച് അല്ലെങ്കിൽ സിദ്ധഗഞ്ച് എന്നറിയപ്പെടുന്ന ടിബറ്റിലെ സിദ്ധാശ്രമത്തിൻ്റെ 48ാമത് പീഠാധിപതിയായി അദ്ദേഹം അറിയപ്പെടുന്നു. ഗ്യാൻഗഞ്ചിലെ 37ാമത്തെ പീഠാധിപതിയായിരുന്നു ഷിർദി ശ്രീ സായിബാബ. നാഥാനന്ദജിയുടെ ഏറ്റവും വിലയേറിയ സമ്പാദ്യം എന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ അവധൂത താരാമയി അമ്മ നൽകിയ ഭിക്ഷാപാത്രമായ കാപ്പറാണ്. പരമ്പരകളായി കൈമാറി വന്ന ഈ കാപ്പർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാവതാർ ബാബാജി സ്വന്തം കൈകളിൽ വെച്ചിരുന്നതാണ്. കേരളത്തിലെ തിരുവിതാംകൂറിലുള്ള പൂവാപ്പള്ളി ഇല്ലത്തെ നമ്പൂതിരി കുടുംബത്തിലാണ് അവധൂത നാഥാനന്ദ ജനിച്ചത്. പിതാവിൻ്റെ പേര് പൂവാപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്നും മാതാവ് ഗംഗാദേവി എന്നും അറിയപ്പെടുന്നു. വൈശാഖ പൂർണിമ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ജനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നേരിയ നീല നിറമുണ്ടായിരുന്നുവെന്നും മറ്റു കുട്ടികളെ പോലെ അദ്ദേഹം കരഞ്ഞിരുന്നില്ലെന്നും പറയപ്പെടുന്നു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അമ്മമ്മയുടെ അനിയത്തിയായിരുന്നു. സദാ രാമനാരായണ മന്ത്രം ജപിച്ചിരുന്ന അവർ പറഞ്ഞ ഹനുമാൻ സ്വാമിയുടെയും ഭക്തപ്രഹ്ലാദൻ്റെയും ധ്രുവ മഹാരാജാവിൻ്റെയും കഥകൾ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിന് ജ്യേഷ്ഠന്മാരും സഹോദരിമാരും അടങ്ങുന്ന വലിയ കുടുംബമുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു. അമ്മാവൻ്റെ കൂടെ കർശന നിയന്ത്രണത്തിൽ വളരേണ്ടി വന്നിരുന്നു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ലൗകിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. അവിടുത്തെ സ്വാമി ആചാര്യ തീർത്ഥയുടെ സഹായത്തോടെ ക്ഷേത്രത്തിനുള്ളിൽ 21 ദിവസം തുടർച്ചയായി ലളിതാ സഹസ്രനാമം ജപിക്കാനുള്ള അനുവാദം നേടി. സാധനയുടെ അവസാന ദിവസം ഗർഭഗൃഹത്തിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ അതിസുന്ദരിയായ തേജസ്സുറ്റ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ നടന്നു. ആ സ്ത്രീയെ പിന്തുടരാൻ അദ്ദേഹത്തിന് പ്രേരണയുണ്ടായി. ഗർഭഗൃഹത്തിൻ്റെ പിൻഭാഗത്തെ ഭിത്തിക്ക് സമീപം എത്തിയപ്പോൾ ആ സ്ത്രീ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, "നീ ശ്രീരാമകൃഷ്ണ യോഗാശ്രമത്തിൻ്റെ വരാന്തയിലേക്ക് പോകൂ. നിന്റെ ഗുരു നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും." ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പെട്ടെന്ന് ഗർഭഗൃഹത്തിലേക്ക് നടന്നു പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ മൂകാംബികാ ദേവിയാണെന്ന് മനസ്സിലായത്. ദേവിയുടെ നിർദ്ദേശപ്രകാരം നാഥാനന്ദജി ഉടൻ തന്നെ ആശ്രമത്തിലേക്ക് പോയി അവിടെ കാത്തിരുന്നു. നീണ്ട 15 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ദിവസം അസാധാരണമായ വേഷത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ അവിടേക്ക് വന്നു. ലൗകിക ചിന്തകൾക്ക് അതീതമായി കൊല്ലൂരിലെ വനങ്ങളിൽ ജീവിച്ചിരുന്ന പൂർണ്ണ അവധൂതയായ മാ താരാമയി ആയിരുന്നു അത്. അമ്മയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് തൻ്റെ ഗുരുവാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ഭഗവാൻ നിത്യാനന്ദയുടെ ശിഷ്യയാണ് മാ താരാമയി ദേവി. സാധനയും കർമ്മയോഗവുമാണ് തൻ്റെ വഴിയെന്ന് അമ്മ പഠിപ്പിച്ചു. നാഥാനന്ദജിക്ക് ശ്രീവിദ്യ കുലാഗ്രജ എന്ന പരമോന്നത സ്ഥാനം ലഭിച്ചിട്ടുണ്ട്.
സീക്രട്സ് ഓഫ് ശ്രീചക്ര, സീക്രട്സ് ഓഫ് മാതൃക യന്ത്രാസ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. താൻ പൂർത്തിയാക്കിയ ആത്മീയ ഗവേഷണ ഗ്രന്ഥങ്ങൾ ഗ്യാൻഗഞ്ചിൽ സമർപ്പിക്കുവാനും തൻ്റെ ഗുരുപരമ്പരയുടെ ഉറവിടം കണ്ടെത്തുവാനും വേണ്ടി അദ്ദേഹം യാത്ര തിരിച്ചു. ഗ്യാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ താഴ്വാരത്ത് എത്തിയപ്പോൾ പ്രശസ്ത സിദ്ധനായ ഭൃഗുരാം പരമഹംസർ കവാടത്തിൽ നിൽക്കുന്നത് കണ്ടു. ഭഗവാൻ നിത്യാനന്ദന്റെ ഗുരുവാണ് ഭൃഗുരാം പരമഹംസർ. അദ്ദേഹം നാഥാനന്ദയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഗ്രന്ഥങ്ങൾ മഹാവതാർ ബാബാജിക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗ്യാൻഗഞ്ചിൽ വെച്ച് മഹാവതാർ ബാബാജിയുടെ ദർശനം ലഭിക്കുകയും താൻ ഗവേഷണം ചെയ്ത ശ്രീചക്രത്തിലെ സ്പന്ദനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഓഫ് ബിന്ദു എന്ന ഗ്രന്ഥം ബാബാജിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. ബാബാജി ആ ഗ്രന്ഥം സ്വീകരിക്കുകയും തൻ്റെ ദിവ്യമായ സ്പർശനത്തിലൂടെയും ദൃഷ്ടിയിലൂടെയും നാഥാനന്ദജിക്ക് പരമമായ ആത്മീയ അനുഗ്രഹം നൽകുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിലൂടെ ബാബാജി നാഥാനന്ദജിയെ ഗ്യാൻഗഞ്ച് പരമ്പരയുടെ 48ാമത് പീഠാധിപതിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഇനി നാഥാനന്ദജിയും മോഹൻജിയും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റിയും ചില അനുഭവങ്ങളെ പറ്റിയും ഞാൻ പറയാം. അവധൂത നാഥാനന്ദ തൻ്റെ ആത്മീയ ശക്തിയും സാധനാ ചൈതന്യവും മോഹൻജിക്ക് 2016 ഒക്ടോബർ 10 കൈമാറി. പുലർച്ചെ നടന്ന ഒരു പ്രത്യേക ഹോമത്തിലൂടെയാണ് അവധൂത നാഥാനന്ദ തൻ്റെ ആത്മീയ സമ്പത്ത് മുഴുവൻ മോഹൻജിയിലേക്ക് ആവാഹിച്ച് കൈമാറിയത്. ഈ ശക്തി കൈമാറിയതിന് മുന്നോടിയായി ഗുരുമണ്ഡലത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോഹൻജിക്ക് ബ്രഹ്മർഷി പദവി നൽകി ആദരിച്ചു. മോഹൻജിയുടെ വാക്കുകളിലൂടെ. പിന്നീട് ഒരു സന്ദർഭത്തിൽ ഞാനും നാഥാനന്ദജിയും ഷിർദിയിലെ വീഥികളിലൂടെ നടക്കുകയായിരുന്നു. ബാബയുടെ അമ്പലത്തിനുള്ളിലെ ഒരു വരാന്തയിൽ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ നാഥാനന്ദജി പറഞ്ഞു, ദർശനത്തിനായി വരിയിൽ ഉന്തും തള്ളും സഹിച്ചു നിൽക്കണമെന്നില്ല. നമ്മൾ കാണാനിരിക്കുന്നവർ നമ്മുടെ അടുത്തു വരും. അങ്ങനെ ഞങ്ങൾ കുറച്ചു സമയം അവിടെ ഇരുന്നു. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. വരൂ മോഹൻജി, നമുക്ക് നടക്കാം. നിങ്ങൾ ഈ വൃദ്ധനെ കൊണ്ട് ക്ഷീണിതനായോ? ഞാൻ പറഞ്ഞു, ഗുരുജി, ഇതെനിക്ക് വലിയൊരു ബഹുമാനവും ഭാഗ്യവുമാണ്. ഗുരുജി പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ബന്ധം ജന്മാന്തരങ്ങളായിട്ടുള്ളതാണ്. നിന്നെ ഞാൻ എപ്പോഴും സംരക്ഷിക്കും. നിന്റെ നിസ്വാർത്ഥത എന്നെ ആകർഷിക്കുന്നു. നിന്നെ ചതിച്ചു പോയവർക്ക് നിന്നെ നഷ്ടപ്പെട്ടു. പോയവരെ കുറിച്ച് നീ ആലോചിക്കേണ്ടതില്ല. അവർക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനും നാഥാനന്ദയും ബാബയുടെ സമാധി മന്ദിരത്തിന് സമീപമുള്ള അമ്പലത്തിൻ്റെ അടുത്ത് നിന്നു. അപ്പോൾ അവിടെ വളരെ മെലിഞ്ഞ് ജടാധാരിയായ ഒരാൾ ശനിക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഇതാ അദ്ദേഹം ഇവിടെയുണ്ട്. എന്നിട്ട് ഗുരുജിയുടെ കയ്യിലുള്ള 100 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് ശനിക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ പറഞ്ഞു. ഞാൻ പൈസ എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിനെ കാണാൻ ഒരു നാഥ സന്യാസിയെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി നമസ്കരിച്ചു. അങ്ങനെ ഞാനും ഗുരുജിയും തിരിഞ്ഞു നടന്നു. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഷിർദി സായിബാബ ശരീരത്തിൽ ഇരുന്നപ്പോൾ ആ അവതാരത്തെ ആരും മനസ്സിലാക്കിയില്ല. അതുപോലെ തന്നെ നമ്മളെ പോലെയുള്ളവരുടെയും അവസ്ഥ ഇതുതന്നെ. ഞാൻ ഈ ഭൗതിക ശരീരം വെടിഞ്ഞാലും എൻ്റെ ശക്തിപ്രഭാവം 300 വർഷത്തോളം ഭൂമിയിൽ നിലനിൽക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നീ നേരത്തെ ദക്ഷിണ നൽകിയ ആ സാധു വേറെ ആരുമല്ല, എൻ്റെ പരാത്പര ഗുരുവായ ഭൃഗുരാം പരമഹംസയാണ്.
അദ്ദേഹമാണ് എന്നെയും ഗ്യാൻഗഞ്ചിൽ കൊണ്ടുപോയത്. നീ ദക്ഷിണ നൽകിയതിലൂടെ നീയും ഗ്യാൻഗഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുജി പറഞ്ഞു, എൻ്റെ ജോലി കഴിഞ്ഞു. ഈ ആത്മീയ അനുഭൂതി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും മോഹൻജിയുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് മോഹൻജി. ഓ